ലിവ് ഇൻ പ്രസന്റ് മൊമെന്റ്. അതാണ് നീ നിന്റെ കയ്യിലുള്ളത് അതാണ്. അതിൽ നീ പരിപൂർണനാവ്. നമ്മുടെ പേരൻസോ നമ്മുടെ ടീച്ചേഴ്സോ നമ്മുടെ കലാലയത്തിലെ പ്രൊഫസേഴ്സോ ആരും ഒരാചാര്യന്മാരോ ഒരമ്പലങ്ങളിലും പറഞ്ഞു തന്നില്ല നീ ഈ ക്ഷണത്തിൽ ജീവിക്കുമെന്ന് പറഞ്ഞു. ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെക്കുറിച്ച്, പറഞ്ഞുപോയ അസത്യങ്ങളെക്കുറിച്ച്, കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളെക്കുറിച്ച് മനസ്സിലായി ക്ഷമ ചോദിക്കും. പൂജിക്കപ്പെടേണ്ട ദിവ്യാത്മ സ്വരൂപമാണ് നീ നിന്നെ അറിയെന്ന് പറഞ്ഞോ. എന്റെ സ്വഭാവത്തിലാണ് മാറ്റം വരുത്താൻ, ഞാനാണ് മാറേണ്ടത്. ഞാൻ മാറിയ എല്ലാം തീർന്നു കണ്ണ. എന്റെ ശിഷ്യരല്ല, ഞാൻ ഗുരു അല്ല, എന്റെ ഗുരു ശ്വാസമാണ്. മനസ്സിന് വിശ്രമം കൊടുക്കുന്തോറും ആ വിശ്രമസ്ഥിതി, ആ സ്പേസ് കൂടുന്തോറും വിശ്വശക്തി നമ്മിലേക്ക് അപാരമായിട്ട് പ്രവേശിക്കാൻ തുടങ്ങും കണ്ണ. ഈ സ്ത്രീ ഇങ്ങനെ അലറി വിളിച്ചിരുന്ന് പറയുന്നുണ്ടല്ലോ, ഇതിൽ വല്ല കാര്യമുണ്ടോന്ന് നോക്കട്ടെ. എന്നിലൂടെ സത്യങ്ങൾ പറയേണ്ട മഹാ ആവശ്യകത ഉള്ളത് കൊണ്ട് അത് പറഞ്ഞു തുടങ്ങി. നിനക്ക് ഗുരിയാണ് വേണ്ടത്, ശ്രദ്ധയാണ് വേണ്ടതെന്നാണ് പഠിപ്പിച്ചത്. നമ്മളെ ഗൈഡ് ചെയ്യരുത് ഒരിക്കലും. നമ്മുടെ സോളിന് ഒരാളുടെയും ഗൈഡൻസ് ആവശ്യമില്ല കണ്ണ. അതായത് നമ്മളുടെ ദിവ്യക്ഷണം എന്ന് പറയുന്നത് ഈ ക്ഷണമാണ് എൻ്റെ കയ്യിലുള്ളത്. അടുത്ത ക്ഷണം എനിക്ക് എന്ത് സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഈ മൈൻഡ് എപ്പോഴും എവിടെയായിരിക്കും എന്നറിയോ? ഒന്നില്ലെങ്കിൽ പാസ്റ്റില് അല്ലെങ്കിൽ ഫ്യൂച്ചറിലാണ് കണ്ണ. ഈ ക്ഷണത്തിൽ ജീവിക്കാൻ എല്ലാവരും പറയും, ഓഷോ പറയും നടക്കുന്ന ശവങ്ങളാണ് മനുഷ്യരെന്ന്. എന്നുവെച്ചാൽ ഈ ക്ഷണത്തിൽ, ദിവ്യക്ഷണത്തിൽ, അമൃതക്ഷണത്തിൽ ജീവിക്കാൻ മനുഷ്യനെ അറിഞ്ഞുകൂടാ, പഠിപ്പിച്ചില്ല. നമ്മൾ അതാവാനും ഇതാവാനും പഠിപ്പിച്ചു. പക്ഷെ ദിവ്യക്ഷണത്തിൽ ജീവിക്കേ, ലിവ് ഇൻ പ്രസന്റ് മൊമെന്റ്. അതാണ് നീ നിന്റെ കയ്യിലുള്ളത് അതാണ്. അതിൽ നീ പരിപൂർണനാവ്. മൈൻഡ്ഫുൾനെസ്. നാളെയെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് എപ്പോഴും ആലോചിച്ചുകൊണ്ട് വ്യാപുലപ്പെട്ടിരിക്കുകയായിരിക്കും. എന്നുവെച്ചാൽ മൈൻഡിന് അതാണ് ഇഷ്ടം. മൈൻഡിനെ നമ്മൾ ശീലിപ്പിച്ചത് അതാ. വെറുതെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാൻ, അസൂയപ്പെടാൻ, കുറ്റം പറയാൻ, മറ്റുള്ളവർ പറഞ്ഞത് വീണ്ടും 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 കുഴിച്ചിട്ടതിനെ വലിച്ച് ആ കുഴിച്ചിട്ട് ചീഞ്ഞു നാറിയതിനെ ഈ പ്രസന്റ് മൊമെന്റിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഇഷ്ടമാണ്. എന്നോ കഴിഞ്ഞ് മറന്ന് അത് കാലം മാച്ചു കളഞ്ഞാലും നമ്മൾ മാറ്റിയോ കണ്ണ? ഇല്ല. അതെപ്പോഴും ആ ഒരു പരിസ്ഥിതിയിൽ സംഭവിച്ചു. ആ അനുഭവം ഓൾറെഡി ഞാൻ ഗെയിൻ ചെയ്ത് കഴിഞ്ഞു. ആ ഒരു സാര അനുഭവം എൻ്റെ കയ്യിലേക്ക് വന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ആ അനുഭവം അതന്ന് അവൻ എന്നെ അങ്ങനെ പറഞ്ഞു, എൻ്റെ അമ്മായിയമ്മ എന്നെ അങ്ങനെ ചെയ്തു, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ചെയ്തു, എനിക്ക് ആ ചെറുപ്പത്തിൽ എന്നെ അങ്ങനെ കാട്ടി. ഞാൻ അനുഭവിച്ചത് ചെറുതല്ല, അനുഭവിച്ചത്. അതായത് കഴിഞ്ഞു പോയി. അതെന്ന് ഞാൻ എത്രയോ വർഷങ്ങൾ കടന്നു വന്നാലും എൻ്റെ കംഫർട്ട് ഏതാ? ഞാൻ അത് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിന് ശീലിച്ചതല്ലേ പാലിക്കും. അതിന് വിപരീതമായിട്ട് ഈ മനസ്സേ വേണ്ട, ഇതൊക്കെ മായയാണ്, ഇത് നിന്റെ മനസ്സിന്റെ കളിയാണ്, നീ ക്ഷണത്തിൽ ജീവിക്കേ എന്ന് പറയുമ്പോൾ മനസ്സ് അംഗീകരിക്കില്ല. മനസ്സിനെ ആരും പഠിപ്പിച്ചു തന്നില്ല. നമ്മുടെ പേരൻസോ നമ്മുടെ ടീച്ചേഴ്സോ നമ്മുടെ കലാലയത്തിലെ പ്രൊഫസേഴ്സോ ആരും ഒരാചാര്യന്മാരോ ഒരമ്പലങ്ങളിലും പറഞ്ഞു തന്നില്ല നീ ഈ ക്ഷണത്തിൽ ജീവിക്കുമെന്ന് പറഞ്ഞോ. ഇല്ല. പൂജിക്കപ്പെടേണ്ട ദിവ്യാത്മ സ്വരൂപമാണ് നീ നിന്നെ അറിയെന്ന് പറഞ്ഞോ. ഇല്ല. അത് ഇത് ചെയ്യെന്ന് പറഞ്ഞു. നീ ചെയ്യേണ്ടത് നിന്റെ നാക്ക് നന്നാക്ക്, സത്യത്തിൽ ജീവിക്കേ, ധർമ്മത്തെ കാത്തുരക്ഷിച്ചോ, അഹിംസയെ ആഭരണമാക്ക്. അത് നിന്നെ ഉള്ള സ്ഥിതിയിൽ നിന്ന് ഉന്നത സ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന് ആരെങ്കിലും പറഞ്ഞു വന്നോ കണ്ണ? ഇല്ല. അപ്പൊ കർമ്മം ശരിയാക്കണം, ബുദ്ധി ശരിയാക്കണം, നാക്ക് ശരിയാക്കണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്നില്ല. സോ അതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഈ മൈൻഡിനെ ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ മൈൻഡ് സമ്മതിക്കില്ല. അത് ഒരുപാട് കളി കളിക്കും കണ്ണ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വേറെ ഒരു രക്ഷയില്ല. അപ്പൊ ശക്തിയുമായിട്ട് കൂട്ടിക്കെട്ടുക. ശക്തി ഏതാ? ശ്വാസമുണ്ടെങ്കിൽ ശിവം, ശ്വാസം ഇല്ലെങ്കിൽ എന്താ? കഴിഞ്ഞു, ശവമായി. അപ്പൊ ഈ ശ്വാസശക്തിയുമായിട്ട് നമ്മൾ അതിനെ ബന്ധിപ്പിക്കുക. അതായത് ഓരോ ശ്വാസത്തെ അറിയുക കണ്ണ. അതിസഹജമായി സംഭവിക്കുന്നതിനെ വേണമെന്ന് കരുതി ഒന്നും എടുക്കരുത് കേട്ടോ. അപ്പൊ അതിസഹജമായി സംഭവിക്കുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ കണ്ണ. വേണമെന്ന് കരുതുമ്പോൾ ആരോഗ്യമുള്ളവർക്കേ പറ്റൂ. എല്ലാവർക്കും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇല്ല, പറ്റില്ല അത്. അപ്പൊ ആ ഒരു ട്രാൻസിലേക്കൊന്നും നമ്മളെ കൊണ്ടുപോകണം. അതിസഹജമായിട്ട് നീ ഇരിക്കുക, ആദ്യം ഇരിക്കാൻ പഠിക്കുക. എന്നിട്ട് സുഖമായിട്ട് ഇരുന്നിട്ട് എൻ്റെ ശ്വാസത്തെ എവിടെ അറിയാൻ പറ്റുക? എവിടെ അറിയുന്നേ? ദീർഘമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ശീലിച്ചവർക്ക്, അല്ലാത്തവർക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ പൊക്കിളിൻ്റെ അവിടെ അറിയാൻ പറ്റും, വയറിൻ്റെ അവിടെ, നെഞ്ചിൻ കൂട്ടിൽ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതിന് എവിടെയാണോ അറിയാൻ പറ്റുന്നത് ജസ്റ്റ് ഒബ്സർവ്. ഒരു സാക്ഷിയെ പോലെ എവിടെയാണോ അറിയുന്നത്, ശ്വാസത്തെ അറിയുന്നതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ ഈ മനസ്സ് ഇവിടെ ഈ ഒരു ശ്വാസത്തെ നീ ശ്രദ്ധിക്കാൻ അതിനെ വിട്ടില്ലെങ്കിൽ അതെവിടേക്ക് കൊണ്ടുപോകും? നിന്നെ പാസ്റ്റിലേക്കോ ഫ്യൂച്ചറിലേക്കോ കൊണ്ടുപോകും. നിന്നെ ഈ ക്ഷണം നിനക്ക് നഷ്ടപ്പെടുത്തും. സോ ബി അവെയർ. അപ്പോൾ ആ ഒരു മനസ്സിനത് അതായത് പുതിയതായിട്ടൊരു പ്രോഗ്രാമിങ്, ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ്. മനസ്സിലായ കണ്ണ? അപ്പോൾ അതിന് ഇഷ്ടമല്ല, പുതിയ പണിയെടുക്കാൻ ഇഷ്ടമല്ല. അതെന്ത് ചെയ്യും? കുറേയൊക്കെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു കൊണ്ടുപോകാൻ നോക്കും. അതുകൊണ്ടാണ് സഹനമുള്ളവർക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ. സഹനത്തോടെ ഇരിക്കാൻ പറ്റണം. അങ്ങനെ ഞാൻ ചിന്തിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ് അടുത്ത നിമിഷം ആ ചിന്തയെ കട്ട് ചെയ്തിട്ട് വീണ്ടും ഈ സഹജമായ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചാൽ
പിന്നെ ആ ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റുമോ കണ്ണ? മനസ്സിന് വിശ്രമം കൊടുക്കുന്തോറും ആ വിശ്രമസ്ഥിതി, ആ സ്പേസ് കൂടുന്തോറും വിശ്വശക്തി നമ്മിലേക്ക് അപാരമായിട്ട് പ്രവേശിക്കാൻ തുടങ്ങും കണ്ണ. പ്രവേശിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ആ ഒരു സുഖമായിട്ടുള്ള ആത്മാനുഭവം, നമ്മൾ ഈ ദേഹം ധരിച്ച ഈ ഒരു ദേഹസ്ഥിതി, ദേഹഭാവനയിൽ നിന്നും വിടും നമ്മൾ. ഈ ദേഹം അയ്യോ ഞാൻ എവിടെയാ, പിന്നെ അവയർനെസ്, ആ മഹാപരിശൂന്യം വന്നു കഴിഞ്ഞാൽ, ആലോചനാരഹിത സ്ഥിതി എന്ന് പറഞ്ഞ നിർവിഷയം മനഃ, ആ ഒരു ഡിവൈൻ സ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ ശ്വസിക്കുന്ന ഞാൻ എവിടെയാ, ശ്രദ്ധിക്കുന്ന ശ്വാസം എവിടെയാ, അതുപോലും ഇല്ലാത്ത അവസ്ഥയിൽ തുടരും കണ്ണ മണിക്കൂറുകളോളം. ധ്യാനം 20 മിനിറ്റോ 30 മിനിറ്റോ അരമണിക്കൂറോ 40 മിനിറ്റോ അല്ല കണ്ണ. ഈ മനസ്സിന് വിശ്രമം കൊടുത്തു കഴിഞ്ഞാൽ, ആ ഒരു മഹാപരിശൂന്യമായിട്ട് നമുക്ക് കണക്ട് ആയി കഴിഞ്ഞാൽ മണിക്കൂറുകളോളം ഇരിക്കാൻ പറ്റും. എത്രയധികം ഇതിന് വിശ്രമം കൊടുക്കുന്നോ അത്രയധികം തിരിച്ചറിവുണ്ടാവും കണ്ണ. മായ അടർന്നു പോവും. ശരി, ഓരോ സത്യങ്ങളെ വിശേഷമായി നമുക്ക് ദർശിക്കാൻ പറ്റും കണ്ണ. എന്നെ ക്ലിയർ ആക്കിയത് ഞാൻ അങ്ങനെയാണ്, എന്നെ ഞാൻ നന്നാക്കി, എൻ്റെ ജീവിതം, എൻ്റെ ഭർത്താവ്, എൻ്റെ കുടുംബം എല്ലാം നന്നായപ്പോൾ ഈശ്വര ഈ രഹസ്യം എല്ലാവർക്കും പറഞ്ഞു. എൻ്റെ ഗുരുവിൽ നിന്ന് ഞാൻ അറിഞ്ഞു. എൻ്റെ ഗുരു എന്നിൽ നിന്ന് 1 രൂപ പോലും വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവസാന ശ്വാസം വരെ ഈ സത്യങ്ങളെ മുഴുവൻ എൻ്റെ അനുഭവജ്ഞാനത്തിലൂടെ, അതേപോലെ ആ ആത്മസമർപ്പണത്തിലൂടെ പ്രപഞ്ചത്തിന് മുഴുവൻ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഇതിനായിട്ട് മാറ്റിവെച്ചു. ഇന്ന് VMCയിലെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞാൻ കാശ് കൊടുത്ത് പറഞ്ഞെങ്കിൽ എൻ്റെ അടുത്ത് കാശ് എവിടെ കണ്ണ? അവരവരുടെ അനുഭവങ്ങൾ, ആ സത്യം അവരുടെ വീട്ടിലിരുന്നിട്ട് എൻ്റെ ക്രെഡിറ്റേ അല്ല കണ്ണ, അത് എന്നിലൂടെ പറയപ്പെട്ട ഓരോ വാക്കും ഈ സ്ത്രീ ഇങ്ങനെ അലറി വിളിച്ചിരുന്ന് പറയുന്നുണ്ടല്ലോ, ഇതിൽ വല്ല കാര്യമുണ്ടോയെന്ന് നോക്കട്ടെ എന്ന് അവരുടെ കുടുംബത്തിരുന്ന് വെജിറ്റേറിയനായി ചെയ്തപ്പോഴല്ല അവർക്ക് ഈ ഗുണങ്ങളുണ്ടായത്. ഞാൻ ആന്ധ്രാപ്രദേശിൽ എവിടെയോ ഇരുന്ന് പറയായിരുന്നു, ഒരു വാടക വീട്ടിലൊരു മൂലയ്ക്ക് ഇരുന്നിട്ട്. പക്ഷെ എന്നെ കാണണം, എന്നെ അറിയണമെന്ന് ഇത്രയും ക്ലാസ്സുകൾ അവർ വിളിക്കാൻ കാരണം ഇതൊന്നും 1 രൂപ പോലും ഫീസ് വാങ്ങിക്കാതെ ആ സ്ത്രീ ഇത് പറഞ്ഞു വന്നു. ഇത് ഞങ്ങളുടെ അനുഭവത്തിൽ വന്നപ്പോഴാണല്ലോ അവരെന്നെ കാണാൻ ശ്രമിച്ചത്, അപ്പോഴാണല്ലോ അവരുടെ അനുഭവങ്ങൾ എടുത്തത്. ഇതിൽ എൻ്റെ ഒരു ക്രെഡിറ്റും ഇല്ല. എൻ്റെ ഗുരു പറഞ്ഞാൽ ഞാൻ അനുസരിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നു. എന്നിലൂടെ സത്യങ്ങൾ പറയേണ്ട മഹാ ആവശ്യകത ഉള്ളത് കൊണ്ട് അത് പറഞ്ഞു തുടങ്ങി. അത് കേൾക്കാൻ റെഡിയായവർ, സഹനമുള്ളവർ, ശക്തിയുള്ളവർ, സത്യസന്ധതയുള്ളവരൊക്കെ അനുഭവങ്ങൾ നേടിക്കൊണ്ടേയിരിക്കണം. ഈ ഒരു അവസ്ഥയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് പരമമായ ഒരു സന്തോഷമാണ് അനുഭവിക്കാൻ കഴിയുന്നത്. അവർണ്ണനീയമായ ആത്മാനന്ദം, അത് ആനന്ദമാണ്. ശരി, അറിവില്ലായ്മയിൽ നിന്നും അറിവുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ട ജീവിതത്തെക്കുറിച്ച്, ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെക്കുറിച്ച്, പറഞ്ഞുപോയ അസത്യങ്ങളെക്കുറിച്ച്, കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളെക്കുറിച്ച് മനസ്സിലായി ക്ഷമ ചോദിച്ചുകൊണ്ട് വിനയം, നന്ദി, താങ്ക് യു യൂണിവേഴ്സ്, എല്ലാവരോടും താങ്ക് യു, എല്ലാവരോടും ക്ഷമ. പക്ഷെ എൻ്റെ ക്ലാസ് ടീച്ചിങ്സ് എപ്പോഴും കഠിനമായിരിക്കും. എന്താ വെച്ചാൽ മായയിൽ പെട്ടുപോയതാ, സുഖിപ്പിച്ച് സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എന്താ വെച്ചാൽ എൻ്റെ ഗുരു അടിച്ചും കുത്തിയിട്ടൊക്കെയാണ് മായയിൽ പെട്ട് ഇത്രയും ജന്മങ്ങൾ അലഞ്ഞു തിരിഞ്ഞില്ലേ, ഇനിയും നാണമില്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പഠിപ്പിച്ച്. അപ്പം അതുകൊണ്ട് തന്നെ ശ്രദ്ധയില്ല. ഇപ്പം ഞാൻ ശബ്ദം കൂട്ടും, ദേഷ്യപ്പെടും. എന്താ വെച്ചാൽ എൻ്റെ ഭക്തരല്ല, എൻ്റെ ശിഷ്യരല്ല, ഞാൻ ഗുരു അല്ല. എൻ്റെ ഗുരു ശ്വാസമാണ്. എന്നെ പരമഗുരു പത്രിജി പഠിപ്പിച്ചതും ഞാൻ അല്ല നിന്റെ ഗുരു നിന്റെ ശ്വാസമാണെന്ന്. നിനക്ക് ഗുരിയാണ് വേണ്ടത്, ശ്രദ്ധയാണ് വേണ്ടതെന്നാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫോളോവേഴ്സ് ആവശ്യമില്ല കണ്ണ. എനിക്ക് ഫോളോവേഴ്സോ ഭക്തരോ ശിഷ്യന്മാരോ അല്ല ആവശ്യം. എന്നേക്കാൾ ഉത്തമോത്തമ സ്ഥിതിയിൽ ഓരോ വ്യക്തി എത്തുമ്പോഴും എൻ്റെ കടം വീടും. എനിക്ക് ഭൂമിയിലേക്ക് വരണ്ടെങ്കിൽ അവരെന്നേക്കാൾ ഉത്തമോത്തനാണ്. അപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ അവർ അമർഷം കൊണ്ട് അവരുടെ ശക്തി അറിഞ്ഞ് ഉത്തമ സ്ഥിതിയിൽ അവർ സ്ഥിരമാണ്. സ്ഥിതിയിൽ സ്ഥിരത്വം, സുസ്ഥിതിയിൽ സുസ്ഥിരത സമ്പാദിക്കുമ്പോഴേ എനിക്കിനി ഭൂമിയിൽ വരേണ്ട ആവശ്യം വരില്ല. സോ അതുകൊണ്ട് ടീച്ചിങ്സ് എപ്പോഴും ആരെയും സംതൃപ്തിപ്പെടുത്താനായിട്ട് നമ്മൾ ഒരു ക്ലാസ്സും പറയാറില്ല. വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഗൈഡൻസ് ആണ്. അത് ആരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാറില്ല. ആരും എന്നെ അംഗീകരിക്കണമെന്നില്ല. സീമാ സുഭാഷ് എന്ന വ്യക്തിയല്ല, സീമാ സുഭാഷിലൂടെ പറയുന്ന ഓരോ വാക്കിൻ്റെയും ശക്തി, അതിൻ്റെ ആഴം, അതിൻ്റെ മഹാവിസ്തരണ, അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ആ ഒരു ഡിവൈനിറ്റി കണക്ട് ആവണം. സോ റിയൽ ടീച്ചിങ് ആണ് VMC മലയാളം. നമുക്ക് ഈ പെട്ടെന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ വല്ല വഴിയാണ്? സമർപ്പണം, ആളുകൾക്കെല്ലാം എപ്പോഴും പെട്ടെന്ന് വേണം. പക്ഷെ പെട്ടെന്ന് പറഞ്ഞാൽ ജന്മസംസ്കാരം കൊണ്ട് ചിലർക്ക് പെട്ടെന്ന് സ്പാർക്ക് ആകുന്നു. ഒറ്റ വീഡിയോ കണ്ടിട്ട് VMCയിൽ ഒരൊറ്റ വീഡിയോ കണ്ടിട്ട് വെജിറ്റേറിയൻ ആയ എത്രയോ പേരുണ്ട്. ഒറ്റ വീഡിയോ കേട്ടിട്ട് ആ പ്രാക്ടിക്കൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം പിന്നെ അവർ സ്ഥിരമായിട്ട്. ഇത് ലൈഫ് ടൈം പ്രോജക്റ്റാണ് കണ്ണാ, ലൈഫ് ടൈം പ്രോസസ്സാണിത്. ഇതിന് നിങ്ങൾ ടെക്നിക്കുകളുണ്ടോ? അതായത് പെട്ടെന്ന് നമുക്ക് ഇത്
ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ? പെട്ടെന്ന് എന്നുള്ളതേ ഇല്ല കണ്ണ. ഇതിന് സഹനം ആവശ്യമാണ്. പക്ഷെ ഇതിൽ ശ്രദ്ധ, സമർപ്പണം. ആർക്കാണ് എന്നെ ഞാൻ അറിയട്ടെ, എനിക്ക് രക്ഷപ്പെടണം, എൻ്റെ സ്വഭാവത്തിലാണ് മാറ്റം വരുത്താൻ, ഞാനാണ് മാറേണ്ടത്, ഞാൻ മാറിയ എല്ലാം തീർന്നു കണ്ണ. ഞാൻ എൻ്റെ ഹസ്ബൻഡ് മാറണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ഞാൻ മാറിയപ്പോഴാണ് അദ്ദേഹം മാറിയത്. അദ്ദേഹം നല്ല പ്യൂർ സോളാണ്. പക്ഷേ ഞാൻ എങ്ങനെയാണോ, ഞാൻ എന്താണ് എന്നിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്, ഞാൻ എന്താ കൊടുക്കുന്നത്, അതിൻ്റെ പ്രതിഫലനമല്ലേ എനിക്ക് വരിക കണ്ണ. ഞാൻ ഇപ്പോൾ ഇയാൾ ശരിയല്ല എന്ന് ഞാൻ പറയുമ്പോൾ ശരിയല്ലാത്തൊരു സ്വഭാവം എൻ്റെ ഉള്ളിൽ അത്യധിക അളവിലുള്ളത് കൊണ്ടാണ് ഞാനത് കണ്ടത്, അല്ലേ? അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇയാൾ ശരിയല്ല, അല്ലെങ്കിൽ ഇയാൾ അഹങ്കാരിയാണെങ്കിൽ അഹങ്കാരിക്ക് ഒരു അഹങ്കാരിയെ മനസ്സിലാക്കാൻ പറ്റൂ, ഒരു കള്ളനെ മനസ്സിലാക്കാൻ പറ്റൂ, ഒരു വ്യഭിചാരം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റൂ. ഇതൊന്നും ചെയ്യാത്തവർക്ക് ഇതൊന്നും അറിയില്ല. ഇതൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അന്തരംഗത്തിൽ, അതായത് അന്തരാത്മാവിൽ അഭിഷേകമാണ് കണ്ണാ ധ്യാനം. എന്നെ ഞാൻ ശുദ്ധീകരിച്ച പ്രോസസ്സ് ഇതാണ്. ഞാൻ നന്നായത് ഇങ്ങനെയാണ്, നിങ്ങൾ രക്ഷപ്പെട്ടോളൂ എന്നേ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. ഇതൊന്നും എൻ്റെ ക്രെഡിറ്റ് അല്ല കണ്ണാ. എൻ്റെ ജീവിതത്തെ ഞാൻ രക്ഷിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഗുരുക്കന്മാരിൽ നിന്നും കിട്ടിയ എൻ്റെ ശ്രദ്ധ, ത്യാഗം, കഠിനമായ ത്യാഗം കണ്ണാ. മണിക്കൂറുകളോളം 3 മണിക്കൂർ മുതൽ 30 മണിക്കൂർ വരെ സിംഗിൾ സിറ്റിങ്ങിൽ ഇരിക്കാനുള്ള എൻ്റെ തപന. എനിക്ക് മാറിയേ പറ്റൂ. എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമെങ്കിൽ ഞാൻ മാറണം, എൻ്റെ നാക്ക് നന്നാക്കണമെങ്കിൽ ഞാൻ മാറണം, എന്നെയാണ് ശുദ്ധീകരിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഈ ക്ലീനിങ് പ്രോസസ്സ് തുടങ്ങിയത്. അത് ഇത്രയധികം ജനങ്ങളിലേക്ക് എത്തിപ്പെട്ടു. ഇതിന് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ കണ്ണ, ഇരിക്കുക. സഹനത്തോടു കൂടി കണ്ണടച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ച് സുഖമായിട്ടിരിക്കുക. ആലോചന വരുമ്പോൾ ആലോചനയെ കട്ട് ചെയ്ത് വീണ്ടും ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഉണ്ടാവുന്ന കോടാനുകോടി അനുഭവങ്ങളെ വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ്, വിത്തൗട്ട് അനാലിസിസ്, ജസ്റ്റ് ആക്സെപ്റ്റ് ആൻഡ് അലൗ ഓൾ എക്സ്പീരിയൻസസ് ആസ് ഇറ്റ് ഈസ് ലൈക്ക് എ വിറ്റ്നസ് കണ്ണ. അത് വർണ്ണിക്കാൻ പറ്റില്ല. അതായത് എണീക്കാൻ തോന്നുന്നില്ല കാരണം നമുക്ക്. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്നത് പലതരത്തിലുണ്ടോ, അതോ ഒന്ന് മാത്രമേ ഉള്ളൂ? ധ്യാനം എന്നാൽ ശൂന്യമാണ് കണ്ണ. ഈ ശൂന്യത്തെ പലരും പല 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 പേരുകളിൽ വിളിക്കുന്നുണ്ട്. ഇപ്പൊ VMCയിൽ തന്നെ ചിലവർക്ക് ഉണ്ടല്ലോ കൈ പിടിച്ച് എഴുതിക്കണം കണ്ണ. അവർക്ക് ഒറ്റയ്ക്ക് എഴുതാൻ പേടിയാ. അവർക്ക് അമ്മ കൈ പിടിച്ച് എഴുതിക്കുമ്പോൾ അല്ലെങ്കിൽ ടീച്ചർ കൈ പിടിച്ച് എഴുതുമ്പോൾ അവർക്കൊരു സപ്പോർട്ട്, ഒരു ധൈര്യം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സിസാറോ വിസ്ഡം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു ഗൈഡഡ് ആയിട്ട് ആ വിസ്ഡം എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളെ ഗൈഡ് ചെയ്യരുത്. ഒരിക്കലും നമ്മുടെ സോളിന് ഒരാളുടെയും ഗൈഡൻസ് ആവശ്യമില്ല കാരണം സോൾ നമ്മൾ ആ പരിസ്ഥിതി ഏർപ്പാടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിന് യാതൊരുവിധ ചിന്തകളും ഇല്ലാതിരുന്നാൽ സോൾ അതിൻ്റെ ഡിവൈനായിട്ടുള്ള സോൾ ജേണി, അതായത് സൂക്ഷ്മ ശരീരയാനം എന്നുള്ളത് വെരി ഫാന്റാസ്റ്റിക്, വെരി നാച്ചുറലായിട്ട് സംഭവിക്കും. ഇതൊന്നും പറ്റാത്തവർക്ക് മെഡിറ്റേഷൻ ഇഷ്ടമുണ്ടാവും. അപ്പോൾ അവർക്കൊരു ചെറിയ ഗൈഡൻസ് അത് നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ എന്താ വെച്ചാൽ പരമഗുരു പത്രിജി ഞങ്ങൾക്ക് ഗൈഡഡ് മെഡിറ്റേഷൻ പഠിപ്പിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു മരത്തിൽ കയറ്റി ഇരുത്തരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മരത്തിൽ സ്വയം കയറിയവനെ ഇറങ്ങാൻ അറിയൂ, സ്വയം കയറി ഇറങ്ങിയവനെ മറ്റുള്ളവരെ കയറ്റം പഠിപ്പിക്കാൻ അറിയൂ. അതുകൊണ്ട് ഗൈഡഡ് മെഡിറ്റേഷൻ ഇവിടെ ചെയ്യിക്കാറില്ല. പക്ഷെ സിസാറോ വിസ്ഡം എന്ന് പറഞ്ഞിട്ട് ഹയർ ഡയമെൻഷൻസ് നോളജ്, അങ്ങനെയൊക്കെ ചിലത് നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് നല്ല മാസ്റ്റേഴ്സിനെ അങ്ങനെയുള്ളവർക്കും നമ്മൾ അവരെ ആദരിക്കണം. ചിലവർക്ക് കൈപിടിച്ച് നടത്താൻ ഇഷ്ടമാണ്, ഞാനത് ചെയ്യാറില്ല. പക്ഷേ മെഡിറ്റേഷനിൽ നമ്മൾ ഫോർഗിവ്നെസ് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ചെയ്യിക്കാറുണ്ട്, പവർ ഓഫ് അവെയർനെസ്, പവർ ഓഫ് ആക്സെപ്റ്റൻസ് മെഡിറ്റേഷൻ. എന്തുകൊണ്ടാണ്? ഈ ഒരു മനസ്സുള്ളപ്പോൾ, ചിന്തകളുള്ളപ്പോൾ ഒന്നിനെ അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ല കണ്ണാ. ഒന്നിനെ അംഗീകരിക്കാം. ഞാൻ തന്നെ വലിയ ആളെ, എനിക്ക് എന്തിനാ ക്ഷമിക്കേണ്ട ആവശ്യം, ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിക്കും. മഹാപരിശൂന്യം വന്നു കഴിഞ്ഞാൽ ഒരാലോചനയില്ല, ഒരു വിഷയമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് സത്യങ്ങൾ ഓരോന്ന് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങുമ്പോൾ ഈശ്വരാ ഞാനാണല്ലോ തെറ്റ് ചെയ്തത് എന്നോട്. അതായത് നമ്മളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്യുന്ന വ്യക്തിയാണ് നമ്മുടെ ഏറ്റവും വലിയ വെൽവിഷർ.